നമസ്കാരം. ഇന്ന് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കപ്പെടുന്നത് മത്സ്യവും മാംസവും വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. മത്സ്യവും മാംസവും പ്ലാസ്റ്റിക് കവറുകളിൽ വാങ്ങി വീടുകളിൽ കൊണ്ടുപോയി മത്സ്യവും മാംസവുമായിട്ട് മാറ്റിവെച്ചതിന് ശേഷം പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചെറിയുക എന്നത് നമ്മുടെ ഒരു ശീലമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മത്സ്യവും മാംസവും വാങ്ങുന്ന പ്ലാസ്റ്റിക് കവറുകൾ ആരും കഴുകി വീണ്ടും ഉപയോഗിക്കാറില്ല. കാരണം മത്സ്യത്തിൻ്റെ വെള്ളവും മാംസത്തിൻ്റെ രക്തക്കറയും ഒക്കെ വരുന്ന പ്ലാസ്റ്റിക് കവറുകൾ ആർക്കും അങ്ങനെ കഴുകി ഉപയോഗിക്കാനുള്ളൊരു മാനസിക ധൈര്യം ഉണ്ടാകത്തില്ല. അവർ അതിനെ വലിച്ചെറിയുന്നു. ഏറ്റവും കൂടുതൽ നദികളിലും ജലാശയങ്ങളിലുമൊക്കെ പ്ലാസ്റ്റിക് കവറുകൾ കുന്നുകൂടുന്നത് ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്ന ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു പുതിയ സംഭവമാണ് ഇത്. മീൻകൂട എന്ന് പറയുന്ന ഒരു ആശയം ഞങ്ങൾ മുക്കം നഗരസഭയിൽ വ്യാപകമായി ഉപയോഗിക്കുകയുണ്ടായി. ഇതൊരു കുടത്തുണിയാണ്, തുണിയാണ്. ഇതിലൊരു സിബൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ 2 കിലോ മത്സ്യമൊക്കെ ഇതിനകത്ത് കൊള്ളും, ഇറച്ചിയും കൊള്ളും. അപ്പോൾ ഇത് സുരക്ഷിതമായിട്ട് വാങ്ങിയ ശേഷം സിബിട്ട് ബൈക്കിലിടാം. സ്ത്രീകൾക്കാണെങ്കിൽ മത്സ്യമൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ ബാഗിനകത്ത് സൂക്ഷിക്കാം. ഇങ്ങനെ മത്സ്യവും മാംസവും വാങ്ങിച്ചു കൊണ്ടുപോകുന്ന വ്യക്തികൾക്ക് മത്സ്യവും മാംസവും എടുത്തതിന് ശേഷം ഈ കവർ അല്പം വെള്ളത്തിൽ കഴുകി അയയിലിടാവുന്നതാണ്. പിറ്റേ ദിവസം വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വീട്ടിൽ 2 മീൻകൂട ഉണ്ടെങ്കിൽ നമുക്ക് മാറി മാറിയായി ഉപയോഗിക്കാം. ഇത് കാരണം ഏറ്റവും ഫലിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ വലിയ തോതിലുള്ള അളവ് കുറയ്ക്കാൻ കഴിയും. ഒരു ദിവസം ഒരു പ്ലാസ്റ്റിക് കവർ അവോയ്ഡ് ചെയ്താൽ ഒരു മാസം 30 ആയി. 100 വീടുകൾ, 10,000 വീടുകൾ, 1,00,000 വീടുകൾ. അത്തരമൊരു നല്ല ക്രമീകരണത്തിലേക്ക് വന്നാൽ നമ്മുടെ നാടിന് നല്ലൊരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയും. പ്ലാസ്റ്റിക് കവറുകളുടെ വൻ തോതിലുള്ള ഉപയോഗം കുറയ്ക്കുവാൻ ഈ മീൻകൂടയ്ക്ക് സാധ്യമാകും. ഈ വരുന്ന ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ നഗരസഭകളിലും പഞ്ചായത്തുകളിലുമൊക്കെ ഇത്തരം ഒരു ആശയം വരികയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഭാവിക്ക്, നമ്മുടെ തലമുറയ്ക്ക് വലിയ ഉപകാരമായിരിക്കും. മീൻകൂട പ്രാവർത്തികമാക്കുക.